ഇന്ത്യയിൽ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചു. പക്ഷേ പോപ്പുലർ ഫണ്ടിന്റെ ശബ്ദമായി മാറുകയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ, ഇന്ത്യ മുന്നണിയിലെ എംപിമാർ. ഒരു എംപി പറയുകയാണ്, നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ ഒരു ജിഹാദിലേക്ക് കടക്കണമെന്നാണ് പാർലമെന്റിനുള്ളിൽ തന്നെ ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും പ്രതികരിക്കാൻ എന്തുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ പാടില്ലെന്ന് ഒന്ന് വിലക്കുവാൻ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് കഴിയുന്നില്ല? ഇന്ത്യയിലെ സാഹചര്യം അനുദിനം വളരെ മോശമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും പുതിയ സംഭവം വെളിവാക്കുന്നത്. അതായത് പാർലമെന്റ് എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളും നിയമനിർമ്മാണമൊക്കെ നടക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് സമാജ്വാദി പാർട്ടിയുടെ എം പി ആയിട്ടുള്ള മൊഹിബുദ്ദീൻ നദ്വി എന്ന് പറയുന്ന എം പി, പുള്ളി അൽഫല യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ, വീട് നടത്തിയത്. പുള്ളി ഇന്നലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശം പാർലമെൻറ്റ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ, അതായത് മുസ്ലിങ്ങൾ വലിയ തോതിൽ ഭാരതത്തിൽ അടിച്ചമർത്തപ്പെടുന്നു. അതിന് ചൂണ്ടിക്കാണിച്ച ഉദാഹരണം വഖഫ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഉത്തർപ്രദേശിലെ ഈ അനധികൃതമായി വഖഫ് എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയെല്ലാം ക്ലിയർ ചെയ്യണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. അതിന് കുറച്ച് സമയം കൊടുത്തിരുന്നു. അപ്പോൾ ഇവർ വഖഫ് എന്ന് പറഞ്ഞിരുന്ന പല ഭൂമിയും വഖഫ് അല്ലാതായി ഈ രേഖകളും തെളിവുകളൊക്കെ ഹാജരാക്കിയപ്പോൾ മനസ്സിലായി. അതിൻ്റെ ഒരു വേവലാതിയിൽ ആണ് അദ്ദേഹം ഇന്നലെ ഈ ഒരു പ്രസ്താവന നടത്തിയത്. പുള്ളി പറഞ്ഞത് ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിൻ്റെ അവകാശമാണ്. അതിൻ്റെ മേലെയാണ് ഈ പറഞ്ഞ ഇങ്ങനെ കടന്നേറ്റുണ്ടാവുന്നത്. ഇതുപോലെ ഓരോ കാര്യത്തിലും മുസ്ലിങ്ങളുടെ മേൽ കടന്നേറ്റ് നടത്തുന്ന മോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂട്ടത്തിനെതിരെ ജിഹാദ് നടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അപ്പോൾ പാർലമെന്റിൽ ഇത് കേട്ടിരുന്നു. ജിഹാദ് പലതരമുണ്ട്. ഏത് ജിഹാദായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്? പൊട്ടിത്തെറിക്കുന്ന ജിഹാദ് അല്ല, അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം നമ്മൾ മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിന് വിവാദത്തിന് തിരികൊളുത്തിയത് ജമാഅത്തെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഫൗണ്ടേഷൻ, അതായത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷൻ. അതിൻ്റെ തലവനായിട്ടുള്ള മൗലാന മുഹമ്മൂദ് മദനി ആണ് ഈ പ്രശ്നം ആദ്യമായിട്ട് പുള്ളി പറയുന്നത്. ജിഹാദ് നമുക്ക് നടത്തണം, തെരുവിലിറങ്ങണം, അല്ലാതെ മുസ്ലിംക്ക് രക്ഷയില്ല എന്ന് അദ്ദേഹമാണ് ആദ്യം ആഹ്വാനം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ വാർത്തയായിട്ട് കൊണ്ടുവരാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഈ മദനിയുടെ പ്രതികരണം തേടി ജേർണലിസ്റ്റുകൾ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുദ്ദേശിച്ച ജിഹാദല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ജിഹാദ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഈ മൈനോറിറ്റിക്ക് ഏരിയ നടക്കുന്ന ഈ ഓപ്പറേഷനെതിരെ, അതായത് അടിച്ചമർത്തലിനെതിരെ ന്യായമായി പ്രതികരിക്കുന്നത്. നമ്മളതിനെ ജിഹാദ് എന്നാണ് പറയുന്നത്. മറ്റു മതങ്ങളിലൊക്കെ ഇത്തരം പരാമർശം ഉണ്ട് എന്നാണ് പുള്ളി ഇതിന് ന്യായീകരിച്ച് പറഞ്ഞത്. അപ്പോൾ മറ്റു മതങ്ങളിൽ എങ്ങനെയാണ് ജിഹാദ് ഉള്ളത്? ക്രിസ്ത്യാനിറ്റിയിലോ ഹിന്ദു മതത്തിലോ എവിടെയെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ സഹജീവികളെ, നിങ്ങളുടെ മതം വിശ്വസിക്കാത്തതുകൊണ്ട് അവരെ കൂട്ടക്കൊല ചെയ്യണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞു? ഏതെങ്കിലും മതത്തിൽ പറയുന്നു? എനിക്കറിവുള്ള ഒരു മതത്തിൽ അങ്ങനെ പറയുന്നില്ല. ആകെ ഇത് പറയുന്നത് എവിടെ മാത്രമാണ്? ഇസ്ലാമിൽ മാത്രമാണ്. കാരണം കാഫറുകളെ എന്ത് ചെയ്യുക? അങ്ങ് കൊന്നയിക്കുക. അതിനെ അവർ പറയുന്നത് വിശുദ്ധ യുദ്ധം എന്നാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്നത് വിശുദ്ധ യുദ്ധം എന്നാണ്. മാത്രമല്ല ഈ മദനി പറഞ്ഞത് ഇതൊരു പവിത്രമായ കർമ്മം എന്നാണ്. ജിഹാദ് ഒരു പവിത്രമായ കർമ്മം. അതായത് തന്നോടൊപ്പം രാജ്യത്ത് ജീവിക്കുന്ന സഹജീവികളെ കൊന്നു തള്ളുന്നത് ഒരു വിശുദ്ധ ക്രിയയായിട്ട് അവർ കാണുകയാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് വലിയ ചർച്ചയായപ്പോഴത്തേക്ക്, ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയായപ്പോൾ ഇന്നലെ പാർലമെൻറ്റിൽ ഈ നദ്വിയുടെ പ്രസ്താവനയിൽ കൂടി കൂടുതൽ വെളിയിൽ വന്നത്. ഇതിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ ഒരു എം പി ഇമ്രാൻ മസൂദ് എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ എം പി ഇന്നലെ ന്യായീകരിച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞറിയോ, ജിഹാദ് സ്കൂളിൽ പഠിപ്പിക്കുന്ന എത്ര വിചിത്രമായ കാര്യമെന്ന് ചോദിക്കുന്നു. ആൾറെഡി ഇന്ത്യയിലെ മദ്രസകളിൽ ഇവർ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഇവിടെ തീവ്രവാദികൾ വളരാൻ പെറ്റുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതുകൂടാതെ ഇനി പൊതുവിദ്യാലയങ്ങളിലും കൂടി ജിഹാദ് പഠിപ്പിക്കുന്ന എന്ന് വെച്ചാൽ തൻ്റെ അടുത്തിരിക്കുന്ന അപ്പക്കുട്ടൻ എന്ന് പറഞ്ഞ കുട്ടിയെ എങ്ങനെ കൊല്ലണം എന്ന് ഇപ്പുറത്തിരിക്കുന്ന ഷൗക്കത്ത് പഠിക്കുകയാണ്. അപ്പോൾ മറ്റവൻ ഇരയാണ്, ഞാൻ നാളെ അവൻ്റെ കൈ കൊണ്ട് കൊല്ലപ്പെടാൻ അവനും പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ കാലം മാറ്റണമെന്നാണ് ഈ കോൺഗ്രസിൻ്റെ എം പി പറയുന്നത്. ഒരു വാക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നോ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഇയാളെ തിരുത്താൻ വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. നിങ്ങൾ
പിന്നെ 10 മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട് അവർ കൊല്ലാൻ വന്നാൽ പോലും പിന്നെ പണ്ട് ഇത് ഗാന്ധിയും പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതേ സാധനം. ഗാന്ധിയുടെ പിന്മുറക്കാരാണല്ലോ ഇവർ. ഗാന്ധിജിയും പണ്ട് പറഞ്ഞെന്താ, നിങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങളെ പിന്നെ കൊല്ലാൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണത്, തടയാൻ പോരുത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഏതാണ്ട് അതേ തരത്തിലേക്കാണ് ഇപ്പോൾ അഭിനവ കോൺഗ്രസ്സുകാർ വരുന്നത്. നിങ്ങൾ ജിഹാദ് നടത്തിക്കോളൂ, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തലാണിച്ചു തരാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ. പക്ഷേ ഗാന്ധിയുടെ കാലത്ത് നിന്ന് മാറിയത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ലേ? അല്ല, കോൺഗ്രസ് മനസ്സിലാക്കി. പക്ഷേ എന്നാലും അവരുടെ ചില ഈ ജീനിലുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, ജനറ്റിക്സിലുള്ള ചില സാധനങ്ങൾ, അത് തുടരും എന്നാണ് അത് വെളിവാക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഹിന്ദുക്കളെ അവഹേളിക്കുന്നുവോ, ഹിന്ദു അടക്കമുള്ള മറ്റ് ഇതര വിഭാഗങ്ങളെ അവഹേളിക്കുന്നുവോ, അത്രയും തീവ്രമായിട്ട് അവർ മുസ്ലിങ്ങളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ പ്രീണനം നടത്തുക. കാരണം അതൊരു വോട്ട് ബാങ്കാണ്. ഇതുവരെ നേരത്തെ പറഞ്ഞെങ്കിലും മൗലവിയോ മൗലാനയോ മുല്ലാക്കയോ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മൊത്തം എൻ ബ്ലോക്കായിട്ട് പോരും. മറ്റ് മതസമുദായങ്ങളിൽ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞതുപോലെ വീറും വാശിയോടും കൂടി ഇവർക്ക് വേണ്ടി പ്രസ്ഥാനം നടത്തുന്നത്. അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളത്തിലൊരു IAS ഓഫീസർ, ദിവ്യ എസ് അയ്യർ എന്നാണ് പേര്, വിഴിഞ്ഞത്തെ തുറമുഖത്തിൻ്റെ ചുമതലക്കാരി കൂടിയാണ്. ആ സ്ത്രീ ഈ ജിഹാദിനെ വെളുപ്പിക്കാൻ ഒരു ശ്രമം നടത്തി കഴിഞ്ഞ ആഴ്ച. റോട്ടുണ്ടോ? അതെ ആളാണ്. അതിലൊരു പലതറിയാമോ? ഈ ജിഹാദ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജിഹാദ് എന്ന് പറഞ്ഞാൽ നിരന്തരമായ പരിശ്രമം. അതാണ് ചോദിച്ചത്, ഭർത്താവിന്റെ മണ്ഡലത്തിൽ ഇനി ന്യൂനപക്ഷത്തിന്റെ സ്വാധീനം ഉണ്ടായിരിക്കും? അല്ല, തീർച്ചയായിട്ടും അതുണ്ടായിരിക്കുമല്ലോ. സ്വന്തം ദുരാഗ്രഹമുള്ള പോരാട്ടം എന്നൊക്കെയാണ് ഈ സ്ത്രീ ഈ ജിഹാദിന് പിന്നെ വ്യാഖ്യാനം കൊടുക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻ്റെ നുഴഞ്ഞേറ്റക്കാർ തീവ്രവാദികൾ വരുമ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ ജിഹാദ് നടത്താൻ പോകുമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ അവർ കൊല്ലുന്നത് പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ മാസം ഡൽഹി സ്ഫോടനം നടത്തിയ ജെയ്ഷെ മുഹമ്മദിൻ്റെ വെള്ളക്കോട്ടിട്ട തീവ്രവാദികൾ, ഡോക്ടർമാരായ തീവ്രവാദികളും പറഞ്ഞത് ഞങ്ങൾ ജിഹാദ് നടത്തുന്നു എന്നാണ്. ISIS പറയുന്നത് ഞങ്ങൾ ജിഹാദ് നടത്തുന്നതാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ഈ മതമൗലിക സംഘടനകൾ, അതായത് തീവ്ര മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ജിഹാദ് എന്ന് അർത്ഥമാക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരെ കൊന്നുതള്ളുക എന്നുള്ളതാണ്. ഈ സ്ത്രീ അതിന് പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണ്. വ്യാഖ്യാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ജിഹാദിൻ്റെ അർത്ഥം അതല്ല, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വായിച്ചു നോക്കണം. അപ്പോൾ ഒരു പുതിയൊരു വ്യാഖ്യാനം, അതായത് ഈ ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമാണെന്നുള്ള തരത്തിലേക്ക് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം അവരുണ്ടാക്കുകയാണ്. അതായത് യഥാർത്ഥ അർത്ഥത്തെ മറച്ചു വയ്ക്കുക. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതല്ല, ഇതാണ് ഇതിൻ്റെ മീനിങ് എന്നുള്ള തരത്തിൽ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള സമീപനം വരുന്നത്. ദിവ്യ അയ്യർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. കാര്യം ഭർത്താവ് ശബരിനാഥൻ കവടിയാർ മത്സരിക്കുന്നുണ്ട്. അരുവിക്കര തോറ്റ് വീട്ടിൽ അപ്രസക്തനായിരുന്നു. ഇപ്പം കേരളത്തിലെ കോൺഗ്രസിൽ അയാൾ അപ്രസക്തനാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ MLA ആയിരുന്ന ആളിന് ഒരു ഡിവിഷനിലൊന്നും മത്സരിക്കേണ്ട ഗതികേടുണ്ടായത്. അപ്പോൾ ആ ഗതികേട് തൻ്റെ ഭർത്താവിന് ഉണ്ടായിരിക്കാൻ വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്തൊക്കെ എന്ന് ആലോചിച്ചപ്പോഴായിരിക്കാം ദിവ്യ അയ്യർക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാവുകയും ആ വീഡിയോ മുസ്ലിം ഗ്രൂപ്പുകളിലെ ഹാൻഡിലിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കവടിയാറിലെ മുസ്ലിം ഹാൻഡിലുകളിൽ എത്തും. അപ്പോൾ അവിടെയുള്ള മുസ്ലിം വോട്ടുകൾ, അല്ലാതെ ഇയാൾ എവിടെ ജയിക്കില്ല അതിൻ്റെ 100% ഉറപ്പാണ്. 2 തോൽവി നന്നായിട്ട് 3ാം സ്ഥാനത്തേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ 1 വോട്ടിനാണ് അവിടെ BJP പരാജയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ വലിയ മുന്നേറ്റമാണ്. ശബരിനാഥൻ ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നവർ പോലും വോട്ട് ചെയ്യാത്തൊരു സാഹചര്യം അവിടെ ഉള്ളൂ. അപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദിവ്യയുടെ ഈ ഒരു പുതിയൊരു പരാമർശം. അപ്പോൾ ഇതിനെ നമ്മൾ അത്ര ലളിതമായി കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 10 വോട്ടിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു മുസ്ലിം മതഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ഈ ജിഹാദ് എന്ന് പറയുന്ന സഹജീവികളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ, അവരുടെ ഭാഷയിൽ പുണ്യപ്രവർത്തനത്തെ, ആ പുണ്യപ്രവർത്തനം ന്യായീകരിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണെന്നാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. അതിന് കുടപിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്രാൻ മസൂദിനെതിരെ ഇന്നലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഇമ്രാൻ മസൂദിനെ ഒരു പ്രസ്താവന പോലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അത് വരും ദിവസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അവരുടെ ലക്ഷ്യം എന്താ? പ്രധാനമായിട്ടും ഈ എങ്ങനെയെങ്കിലുമൊക്കെ 10 വോട്ട് സംഘടിപ്പിക്കുക. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ മുതൽ കോൺഗ്രസ് MP വരെ എത്തി നിൽക്കുന്നു അല്ലേ ജിഹാദിനെ കുറിച്ചുള്ള ലക്ഷ്യം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് പുതിയ വ്യാഖ്യാനം ചുമയ്ക്കാണ് എല്ലാം ചേർന്നിട്ട് ഈ മദനി. അതാണ്. അപ്പോൾ ഇതൊരു സ്വിച്ചിട്ടതുപോലെ ഒരു ഗൂഢാലോചന ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ടാവും. അതായത് മൗലാന മദനി ഇത് ഒരു കാരണമില്ലാതെ തുടക്കമിടുകയും അതിനെ സമാജ്വാദി പാർട്ടി MP ഏറ്റുപിടിക്കുകയും ഇമ്രാൻ മസൂദ് കോൺഗ്രസ് MP ഏറ്റുപിടിക്കുകയും ഇവിടെ ദിവ്യ എസ് അയ്യർ പറയുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെന്താണ് ഒരു പുതിയൊരു വ്യാഖ്യാനത്തിൽ കൂടി
നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ജിഹാദിൻ്റെ അർത്ഥം ഇന്നതാണെന്നുള്ള പുതിയ വ്യാഖ്യാനം. ഈ സ്ത്രീക്ക് അറബിയിൽ എന്തുമാത്രം അറിവുണ്ടെന്ന് എനിക്കറിയില്ല. അറബിയിലെ വലിയ പണ്ഡിതന്മാർക്ക് ഈ സാധനം പലപ്പോഴും വ്യാഖ്യാനിച്ചിട്ട് അവർ പറഞ്ഞത് തന്നെയാണ് എന്നാണ് എൻ്റെ അർത്ഥം. അവർക്ക് വിശുദ്ധ യുദ്ധമാണ്. കാരണം ഇസ്ലാം മാത്രം മതി. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാണല്ലോ അവരുടെ ഒരു പരമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെങ്കിൽ ഇവിടെ അനിസ്ലാമികൾ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെയൊക്കെ തട്ടിക്കളയണം. ഇതാണ് ജിഹാദ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനാണ് ഈ സ്ത്രീ ലോകത്തൊന്നും ഇല്ലാത്ത പുതിയ വ്യാഖ്യാനമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് നാളെ കോൺഗ്രസ്സുകാർ ഏറ്റുപാടും, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റുപാടും. എല്ലാവരും ഏറ്റുപാടുമ്പോഴത്തേക്ക് ഒരു ന്യൂ നോർമലായി മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ഭാരതത്തിൽ നടന്നു വരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, ഹലാൽ ഇത് ആഹാരമുണ്ടല്ലോ, അതുപോലെ അതിപ്പോൾ നോർമലാണല്ലോ. ആണ് തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഒരു 10-15 വർഷം വരെ പരിചയമില്ലാത്തൊരു വാക്കായിരുന്നു ഹലാൽ എന്ന് പറയുന്നത്. ഈ അന്ന് അറേബ്യൻ ഫുഡിൻ്റെ പിന്നെ കേരളത്തിലെ ഒരു എന്താണ് പിടിച്ചടക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ ഹലാൽ ആഹാരമാണ് നിങ്ങൾ കഴിക്കേണ്ടത്, അതാണ് ഏറ്റവും പരിശുദ്ധം എന്ന് പറഞ്ഞ് എല്ലാ സാധനങ്ങളിലും, അതായത് പുട്ടുപൊടിയിൽ വരെ ഇപ്പോൾ ഹലാലായി. മാംസത്തിൽ മാത്രമാണ് സാറിന് പണ്ട് വരെ ഹലാൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പുട്ടുപൊടിയിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വരെ ഹലാൽ എന്നുള്ള തരത്തിലേക്ക് മാറുകയാണ്. അത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പാണ്. അത് വേറൊരു കേസാണ്, മുന്നേ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ആ ഹലാലിനെ പോലെ ഈ ജിഹാദിനെയും ന്യായീകരിച്ച് സാധാരണ നിലയിലാക്കാനുള്ളൊരു ശ്രമമാണ് ഇവരുടെ എല്ലാം ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള മറ്റു സമൂഹങ്ങൾ, മറ്റു മതസമൂഹങ്ങൾ ഇതിൽ ജാഗ്രത പുലർത്തണം. ഒരു കാരണവശാലും ഈ പിന്നെ രാഷ്ട്രീയക്കാരുടെയും ഇത്തരത്തിലുള്ള പിന്നെ ആളുകളുടെയും ഈ വ്യാഖ്യാനങ്ങൾക്ക് വഴിപ്പെടരുത്. നിങ്ങളുടെ ശത്രു നിങ്ങളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായാൽ നന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.